ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ഒരു വീഡിയോ 90 ഡേയ്സ് കൊണ്ട് എങ്ങനെ നൈൽ കാർഡിലൂടെ നമുക്ക് 1 lakh ഇൻകത്തിലേക്ക് എത്താം എന്നാണ് നോക്കാൻ പോകുന്നത്. നിങ്ങൾ ഈ ഒരു വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ ശ്രദ്ധാപൂർവ്വം കാണുക. ഒരു നോട്ട് ബുക്ക് ആൻഡ് പെൻ എടുക്കുക, നോട്ട് ചെയ്ത് തന്നെ പോവുക, പഠിക്കുന്ന കാര്യങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുക, റിസൾട്ട് ഉണ്ടാക്കാം. ഓക്കെ, അപ്പോൾ 90 ഡേയ്സ് ബിസിനസ് പ്ലാൻ, 90 ഡേയ്സ് നമുക്ക് വർക്ക് ചെയ്യേണ്ട ഒരു സിസ്റ്റം സിമ്പിളായിട്ട് നമ്മൾ പ്രസൻറ്റ് ചെയ്യണം. നമുക്കെല്ലാവർക്കും അറിയാം, ഈ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് വെറും 750 രൂപ മാത്രമേ ഉള്ളൂ. നമ്മളുടെ ബിസിനസ് ഇന്ന് മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം. കറക്റ്റായിട്ട് ആത്മാർത്ഥമായിട്ട് കൺസിസ്റ്റൻസിയാണ് നമ്മളെ വിജയത്തിലേക്ക് എത്തിക്കുക. അപ്പോൾ നമുക്ക് നേരെ കിടക്കാം. വെൽക്കം ടു നൈൽ കാർട്ട്. അതായത് ഈ ഒരു ബിസിനസ്സിൻ്റെ പ്രത്യേകത ലോ ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. അതുപോലെ തന്നെ വലിയ വിജയ സാധ്യത ഉള്ള ഒരു കൺസെപ്റ്റാണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്. ആ ഒരു നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് പ്ലസ് ഓൺലൈൻ ഷോപ്പിംഗാണ് നൈൽ കാർട്ട് അല്ലേ. ഇത് ഈ ഒരു ബിസിനസ് ടീമായിട്ട് വിജയിക്കേണ്ട ഒരു കൺസെപ്റ്റാണ്. അപ്പോൾ നമുക്ക് വേണ്ടത് ഇനി ഗോളാണ്, ലക്ഷ്യമാണ്. നമ്മളിപ്പോൾ ഇന്നൊരു ഫുട്ബോൾ ഗ്രൗണ്ടിൽ ഫുട്ബോൾ കളിക്കണമെങ്കിൽ അവിടെ ഗോൾ പോസ്റ്റ് വേണ്ടേ? ഗോൾ പോസ്റ്റ് ഉണ്ടെങ്കിലാണ് കളിക്കുന്ന ആ ഒരു കളിക്ക് നമുക്ക് ത്രില്ലുണ്ടാവുള്ളൂ. അപ്പോൾ എന്ന് പറയുന്ന പോലെ നമുക്ക് ലൈഫിലൊരു ഗോൾ ഉണ്ടാവണം. അപ്പോൾ 90 ഡേയ്സ് ഗോൾ, 90 ഡേയ്സ് കൊണ്ട് നമുക്ക് സ്ട്രോങ് ആയിട്ടുള്ളൊരു വരുമാനവും അതേപോലെ തന്നെ നല്ലൊരു ടീമിനെയും ബിൽഡ് ചെയ്യുക. ഇതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. ഓക്കെ, അങ്ങനെ ഫസ്റ്റ് മന്ത് പ്ലാൻ നമുക്ക് നോക്കാം. ആദ്യത്തെ 30 ദിവസത്തെ പ്ലാൻ. നിങ്ങളൊരു തുടക്കക്കാരാണ്, ഈ ഒരു ഇൻഡസ്ട്രിയിൽ തുടക്കക്കാരാണെങ്കിൽ ആദ്യത്തെ 30 ദിവസത്തെ ഷെഡ്യൂൾ എന്ന് പറയുന്നത് നമ്മൾ പഠനത്തിന് വേണ്ടിയിട്ട് മാറ്റി വെക്കുക. പ്ലാൻ പഠിക്കാനും വെബ്സൈറ്റ് പഠിക്കാനും ബിസിനസ് പഠിക്കാനും കംപ്ലീറ്റ് ക്ലോസിങ് സ്കില്ലും ആ ഒരു 1 മന്ത് കൊണ്ട് നമ്മളത് പഠിക്കുകയും പ്ലസ് 10 ബിസിനസ് നമ്മൾ എന്ത് ചെയ്യണം, ആദ്യത്തെ മാസം കൊണ്ടുവന്നിരിക്കണം. അത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് എല്ലാ ദിവസവും കമ്പനി തന്നെ 5 ലാംഗ്വേജിൽ നമുക്കിവിടെ ഒരു വേദി ഒരുക്കി തന്നിട്ടുണ്ട് പഠിക്കാൻ വേണ്ടിയിട്ട് സൂമിലൂടെ. അപ്പോൾ അത് നമ്മൾ ഉപയോഗപ്പെടുത്തുക, പഠിക്കുക. നമ്മുടെ മെൻറ്ററാണോ ലീഡറാണോ അവരെ ഡെയിലി നമ്മൾ പഠിക്കുന്നത് വരെ കോൺടാക്ട് ചെയ്ത് തന്നെ നിൽക്കുക. ഓക്കെ, അതിനുശേഷം നമ്മൾ ഫസ്റ്റ് ടീമിനെ മെമ്പേഴ്സിനെ ആഡ് ചെയ്യണം. അപ്പോൾ ആദ്യത്തെ 10 പേരെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 2 ടീമായിട്ട് നമ്മളിവിടെ ബൈനറി ഇൻകത്തിലൂടെ പോകുന്ന സ്ട്രക്ചറാണ് 90 ഡേയ്സ് കൊണ്ട് 1 lakh ഇൻകത്തിലേക്ക് എത്തുന്നത്. അപ്പോൾ നമുക്കൊരു 10 ബിസിനസ് വരണം. നമ്മൾ 2 സൈഡിലായിട്ട് പ്ലേസ് ചെയ്യുമ്പോൾ നമുക്ക് ആദ്യത്തെ മാസത്തെ വരുമാനം 1000 രൂപയുള്ളൂ. പക്ഷേ വർക്ക് എന്ന് പറയുന്നത് ഹെവി ആയിരിക്കും. കാര്യം തുടക്കത്തിൽ നമ്മൾ പഠിക്കുന്നതും വർക്ക് ചെയ്യുന്നതും എഫേർട്ട് കൂടുതലാണ്. ഈ ഇൻഡസ്ട്രിയിലുള്ളൊരു ഏറ്റവും വലിയൊരു ഗുണം എന്താ വെച്ച് കഴിഞ്ഞാൽ തുടക്കത്തിൽ എടുക്കുന്ന എഫേർട്ടിൻ്റെ റിസൾട്ടാണ് 90 ഡേയ്സ് ആകുമ്പോൾ നമുക്ക് കിട്ടി തുടങ്ങുന്നത്. അപ്പോൾ ആദ്യത്തെ മാസം 10 ബിസിനസ് കൊണ്ടുവരുമ്പോൾ നമ്മുടെ ഇൻകം 1000 രൂപയോളം. രണ്ടാമത്തെ മാസത്തെ 60ാമത്തെ ദിവസം ആകുമ്പോഴത്തേക്ക് 2 മാസം കംപ്ലീറ്റ് ആകുമ്പോൾ സെക്കൻഡ് മന്ത് നമ്മൾ ആദ്യത്തെ മാസം നമ്മൾ എന്താണ് ചെയ്തത്, പഠിക്കുകയും ടീമിനെ കൊണ്ടുവരികയാണ് ചെയ്തത്. ഇതേ സാധനം നമുക്ക് ഡ്യൂപ്ലിക്കേഷൻ ബിസിനസ് ആകാൻ പോകുന്നത് ഈ ഒരു മാസം തൊട്ടെയാണ്. നമ്മൾ കൊണ്ടുവരുന്ന ആളുകളെ പഠിപ്പിക്കുകയും മനസ്സിലാക്കി കൊടുക്കുകയും വെബ്സൈറ്റ് ഉപയോഗിപ്പിക്കുകയും ചെയ്യേണ്ട ഉത്തരവാദിത്വം നമ്മുടേതാണ്. അതാണ് ഡ്യൂപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. നമ്മൾ വന്നു പഠിച്ചു, ഇതേ സാധനം അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുക. അങ്ങനെ പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ ബിസിനസ് സ്പീഡാവാൻ തുടങ്ങും, ഗ്രോത്ത് ഫാസ്റ്റ് ആവാൻ തുടങ്ങും. അപ്പോൾ നമ്മൾ 10 പേരെ ആദ്യത്തെ മാസം കൊണ്ടുവന്നത് പോലെ തന്നെ നമ്മൾ കൊണ്ടുവന്ന 10 പേരും ഓരോ വ്യക്തികൾ 10 പേരെ വെച്ചിട്ട് എന്ത് ചെയ്യണം, രണ്ടാമത്തെ മാസം കൊണ്ടുവരണം. അപ്പോൾ അവിടെ ഡ്യൂപ്ലിക്കേഷൻ നടക്കും. അത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താണോ ചെയ്തത് അത് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം, തയ്യാറാവണം. അപ്പം രണ്ടാമത്തെ മാസത്തെ നമ്മുടെ വരുമാനം 10,000 രൂപയായിട്ടുണ്ടാവും. നമ്മളെന്താണ് ചെയ്തത്, തുടക്കത്തിൽ നമുക്ക് 1000 രൂപ കിട്ടിയതിൻ്റെ പകുതി പണിയാണ് നമ്മളിവിടെ എടുക്കുന്നത്. ഓക്കെ, ആ പകുതി പണി എന്താണ്, ഈ വന്ന 10 പേരെ പഠിപ്പിക്കുകയും അവരെ മനസ്സിലാക്കുകയും അവർക്ക് വേണ്ട ഗോൾ സെറ്റ് ചെയ്യിപ്പിക്കുകയും അവർക്ക് വേണ്ടി അവർ വർക്ക് ചെയ്യും. അപ്പം ഈ 10 പേരുടെ വരുമാനം 1000 രൂപ വെച്ചിട്ട് 10 പേർക്ക് കിട്ടിയിട്ടുണ്ടാവും. നിങ്ങളുടെ വരുമാനം 10,000 രൂപ ആയിട്ടുണ്ടാവും. ഓക്കെ, അടുത്ത 3ാമത്തെ മാസത്തെ പ്ലാൻ 90 ഡേയ്സ്, ലാസ്റ്റ് 30 ദിവസത്തെ ഒരു പ്ലാൻ എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓൾറെഡി ടീമായ ഈ വന്ന സെക്കൻഡ് മാസം വന്ന 100 പേരെ നമ്മൾ ഫോളോ അപ്പ് ചെയ്ത് അവരിലൂടെ, അതായത് നമുക്കൊരു മാസീവ് ടീമായിട്ട് അവിടെ മാറിയിട്ടുണ്ടാവും. ലീഡർഷിപ്പ് ലെവൽ നമ്മൾ ലീഡേഴ്സായിട്ട് മാറിയിട്ടുണ്ടാവും. നമ്മുടെ ലീഡർഷിപ്പ് ക്വാളിറ്റി അവിടെ ഇമ്പ്രൂവ് ആയിട്ടുണ്ടാവും. ഏകദേശം 1000ഓളം ടീം ബിസിനസ് ഐഡീസ് നമ്മുടെ താഴത്ത് വന്നിട്ടുണ്ടാവും. അപ്പോൾ നമ്മുടെ ഇൻകം 1 lakh ആയിരിക്കും. ആദ്യത്തെ മാസം എത്രയായിരുന്നു, 1000. രണ്ടാമത്തെ മാസം 10,000. 3ാമത്തെ മാസം 1 lakh rupees. ഇത് ഡ്യൂപ്ലിക്കേഷൻ ചെയ്താൽ മാത്രമേ നടക്കുകയുള്ളൂ. 90 ഡേയ്സ് കഴിയുമ്പോഴത്തേക്ക് ഏകദേശം സ്ട്രോങ് ആയിട്ടുള്ള ടീം നമുക്ക് ഉണ്ടായിട്ടുണ്ടാവും. മന്ത്ലി നമുക്കിനി ഇവിടുന്ന് റെഗുലർലി ഇൻകം മന്ത്ലി 1 lakh വെച്ച് കിട്ടാൻ വേണ്ടി നമുക്ക് ലീഡർഷിപ്പ് സ്കിൽ ഉണ്ടാക്കണം. അത് നിലവിലായിട്ടുള്ളത് നമ്മൾ ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുക. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഗ്രോത്തിലേക്ക് ഇനിയും പോകാൻ കൺസിസ്റ്റൻ്റ് ആയിരിക്കണം ഗ്രോത്ത്. അപ്പോൾ അതിലേക്ക് നമുക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഈ പറയുന്ന ഗ്രോത്ത് 1 lakh നമ്മൾ എത്തണമെങ്കിൽ ഇന്ന് മുതൽ നമ്മൾ ഡെയിലി ഒരു 1-2 ആളുകളെ നമ്മൾ ഈ ബിസിനസ്സിലേക്ക് കൊടുത്തിരിക്കണം. ഏറ്റവും കുറഞ്ഞത് ഒരു 3 പേർക്കെങ്കിലും കൊടുക്കണമെന്നാണ് ഞാൻ എൻ്റെ കൂടെ നിന്നോടൊക്കെ പറയാറ്.
അപ്പോൾ ഡെയിലി നമ്മൾ അങ്ങനെ കൊടുക്കുക. വരുന്നവരെ നമ്മൾ ഡ്യൂപ്ലിക്കേഷനിലേക്ക് ഫോക്കസ് ചെയ്യുക. ഡെയിലി പ്രസൻറ്റേഷൻ ഉണ്ടായിരിക്കണം. ഡെയിലി ഒരു 10 പേർക്കെങ്കിലും പ്ലാൻ പ്രസൻറ്റേഷൻ നമ്മൾ കൊടുക്കുക. 10 പേർക്ക് കൊടുത്താൽ ഒരു 3 സെയിൽ നമുക്ക് എടുക്കാൻ പറ്റും, ഏറ്റവും കുറഞ്ഞത്. പക്ഷേ ഇത് കറക്റ്റ് നമ്മൾ സ്കില്ലായി നോളജായി കറക്റ്റ് ഒബ്ജക്ഷൻ ഹാൻഡിൽ ചെയ്യാൻ നമ്മൾ പഠിച്ചാൽ 10 പേർക്ക് പ്ലാൻ കൊടുത്താൽ 10 പേരും ക്ലോസിങ് ആയിരിക്കും. ഫോളോ അപ്പ് അതിൻ്റെ കൂടെ ഉണ്ടാക്കുക, പോകുക. ഫോളോ അപ്പ് നന്നായിട്ട് നടത്തണം. അതോടൊപ്പം തന്നെ വീക്ക്ലി നമ്മൾ ആഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലും നമ്മുടെ കൂടെ വന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് സൂം ട്രെയിനിങ് കൺസിസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ വീക്കിലി കൊടുക്കുക. ഓക്കെ, അതുപോലെ തന്നെ ഒറ്റ കാര്യമേ ഉള്ളൂ സക്സസ്സിലേക്ക് ആവാൻ. സക്സസ് വേണ്ടിയിട്ട് ഒറ്റ കാര്യം നമുക്കിവിടെ ഉള്ളൂ, തുടങ്ങുക. ചെറുതായിട്ട് തുടങ്ങുക, വലിയ ഗ്രോത്തിലേക്ക് പൊക്കോളും. തുടങ്ങുക എന്നുള്ളതാണ് പ്രാധാന്യം. കാര്യം നമ്മൾ ചെറുതായിട്ട് തുടങ്ങിയാൽ മതി, പക്ഷേ ചെയ്യുന്നത് കൺസിസ്റ്റൻസി ആണെങ്കിൽ സക്സസ് ഗ്യാരൻ്റിയാണ്. ഇത് പിന്നെ ഈ ഒരു ബിസിനസ്സിൻ്റെ ഏറ്റവും വലിയ ബ്യൂട്ടി, ടീമായിട്ട് വിജയിക്കുന്നതാണ് നിങ്ങളുടെ വിജയം. നമ്മൾ കൊണ്ടുവന്നവരെ വിജയിപ്പിക്കുക, അപ്പോൾ നമ്മളും വിജയിച്ചോളും. അപ്പം ഈ ഒരു സിസ്റ്റം കറക്റ്റായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്ത് പോവുക. 90 ഡേയ്സ് കറക്റ്റായിട്ട് വർക്കൗട്ട് ചെയ്യുക. ഗ്യാരൻ്റിയാണ് നിങ്ങളിലേക്ക് 1 lakh എത്തും. അവിടുന്ന് റെഗുലർലി 1 lakh എത്താൻ നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് കൺസിസ്റ്റൻസ് ആയിട്ട് വരുന്നവരെ ഡ്യൂപ്ലിക്കേഷനിലൂടെ തന്നെ കടത്തിവിടുക. ഓക്കെ, താങ്ക് യു സോ മച്ച്.